ലത സജി വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന ഭാഗത്തെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നല്ല ഈണത്തിൽ കവിത ആലപിക്കാൻ ശ്രമിക്കുക. പിന്നെ പൂക്കളുടെ കവിതയിൽ കൊടുത്തിരിക്കുന്ന പൂക്കളുടെ ചിത്രങ്ങൾ വരച്ച് വർണ്ണച്ചെവയ്ക്ക് നിറം കൊടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. പിന്നെ പൂക്കളുടെ പേരുകളിൽ നിങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. പിന്നെ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പൂവിൻ്റെയും പ്രത്യേകത അത് നമുക്ക് ഇപ്പം ചോദ്യം ഉത്തരമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാറില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ആശയങ്ങൾ 4 വരിയുടെ ആശയം അങ്ങനെ ആയിരിക്കാം നമുക്ക് പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട പ്രവർത്തനങ്ങൾ. അതുപോലെ ഈ കവിതയിലെ പൂക്കളെയും നമ്മളെയും ഉപമിക്കുന്ന വരികൾ പറഞ്ഞല്ലോ. എന്താണ് ഏതിരുട്ടിലും വാടാതെ നിൽപ്പോർ എന്നൊക്കെയുള്ള വരികളാണ് ഇവിടെ മനുഷ്യരെ ഉദ്ദേശിച്ച് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പും റെഡിയാകുന്നത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള മനോപടം എന്ന ഒരു പ്രവർത്തനം ഇവിടെയുണ്ട്. അതിൽ സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ, ഒരു സിനിമാ പാട്ടൊക്കെ ഉണ്ട് ഇതേപോലെ പൂക്കളെക്കുറിച്ചുള്ള. പിന്നെ അല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൂക്കൾ പനിനീർ പൂക്കൾ. അത് പൂക്കളെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ പോലും അതൊരു ഒരു കവിതയാണ്. അല്ലാതെ ഒരു സിനിമാ ഗാനമുണ്ട്. പിന്നെ കവിയെക്കുറിച്ച് പി. മധുസൂദനൻ, അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം എഴുതണം. ആദ്യം കവിതയുടെ പേര്, പിന്നെ കവിയെക്കുറിച്ച് എഴുതുക. അതുപോലെ നമുക്ക് ഇതിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് എഴുതാം. അതുപോലെ ഇതേ ആശയം വരുന്ന മറ്റ് കവിതകളുടെ 3 വരി 4 വരിയൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ കവിതയിലെ വിശേഷതകൾ ഞാൻ പറഞ്ഞല്ലോ, സന്ധ്യാസമയത്തെ മേഘം ത്തിൻ്റെ നിറം പോലെയുള്ള ജമന്തി പൂക്കൾ, അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്, അതാണ് അതിൻ്റെ ഈ ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു രീതി. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളിലൂടെ എഴുതാം. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പിന്നെ എന്താ പറയുക കഴിവുകളുണ്ട്. അപ്പോൾ ഇന്ന വരി മറ്റാരും കാണാത്ത ചില അർത്ഥങ്ങൾ കൂട്ടുകാർ കണ്ടെന്നിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളേത്, അതിഷ്ടപ്പെടാനുള്ള കാരണം കൊണ്ട് എന്താണ് എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആസ്വാദനക്കുറിപ്പ് നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ പാഠഭാഗത്ത് തന്നെ സുഗതകുമാരിയുടെ വളരെ പ്രസിദ്ധമായ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കവിതാശകലം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു തൈ നടാം, അല്ലേ? നമ്മൾ പരിസ്ഥിതി ദിനങ്ങളിലൊക്കെ വളരെയധികം നമ്മൾ സന്തോഷത്തോടെ ആലപിക്കുന്ന ഒരു ഗാനമാണ്, ഒരു കവിതയാണ്. ഇതും നമുക്ക് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ നമ്മളൊന്നു ചേർന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കൂട്ടുകാർക്കെല്ലാം ഈ കവിത അറിയും, എനിക്കറിയാതെ. അപ്പം നിങ്ങളിത് പിന്നെ പാടി നോക്കുക. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ്, ഇവിടെ കാര്യങ്ങളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തൈകൾ നടാം, വെട്ടിമുറിക്കുക മാത്രമല്ല നമ്മുടെ ജോലി. എന്താണ്, ഒരു മരം മുറിക്കുമ്പോൾ 2 തൈ നടാം എന്നാണ്. എന്തിനൊക്കെയാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി. അമ്മ എന്നുദ്ദേശിക്കുന്ന ഇവിടെ നമ്മുടെ ഭൂമിയെയാണ്. ഭൂമിക്ക് വേണ്ടി, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, നമ്മുടെ നാളേക്ക് വേണ്ടി, 100,000 കിളികളുടെ കൂടുകൾക്ക് വേണ്ടിയൊക്കെ നമുക്കൊരു തൈ നടാവുന്നതാണ്. അതുമാത്രമല്ല, ഇത് പ്രാണവായുവിനായി നടുന്നു. നമുക്ക് ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ചെടികളിൽ നിന്നല്ലേ? ചെടികൾ പ്രകാശ സംശ്ലേഷണമൊക്കെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികൾക്കൊക്കെ അറിയാം. ചെടികൾ അന്നജം നിർമ്മിക്കുന്നു, ആഹാരം നിർമ്മിക്കുമ്പോൾ ഓക്സിജനെ പുറന്തള്ളുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. ഓക്സിജനാണ് നമ്മൾ മനുഷ്യർക്ക് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ മഴയുണ്ടാവണമെങ്കിൽ ചെടികൾ വേണം. മാത്രമല്ല, ഇതിനെല്ലാം അപ്പുറം ഭൂമിക്കൊരു അഴകു വേണം, നമുക്ക് തണൽ വേണം, നല്ല കായ്കനികൾ വേണം, നല്ല മധുരമുള്ള കായ്കനികൾ വേണം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരുപാട് തൈകൾ നടാം. മറിക്കുക മാത്രമല്ല, നമ്മളതിനെ നടുക കൂടി ചെയ്യണം. അത് കുട്ടികളിലൂടെയാണ് അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നത് എന്നുള്ളത് ഉള്ള ആ ഒരു സത്യമാണ് സുഗതകുമാരി ടീച്ചർ ഇവിടെ ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അത് പാടി നോക്കുക. ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്നുള്ള പാഠത്തിലെ ആശയങ്ങളും പഠന പ്രവർത്തനങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ ഭാഗത്തെ ചെറിയ ചില ചോദ്യോത്തരങ്ങളായിട്ട് നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആശയങ്ങൾ, ആസ്വാദനക്കുറിപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തനങ്ങളാണ് കൂടുതലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാലും ചേരുംപടി ചേർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ പൂർത്തിയാക്കുക എന്നുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കാം. ആ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.